പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിലെ മഞ്ഞുകണങ്ങൾ ഭൂമിയെ സമ്പന്നമാക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പുലർകാല വിചിന്തനം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കരുണയും കൃപയും കടന്നു വരുവാനും എല്ലാ മനുഷ്യരും അനുഗ്രഹിക്കപ്പെടുന്നതിനും വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ അതിൽ നിലനിൽപ്പിൻ്റെ വരം നൽകണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവചനം നമുക്ക് ശ്രവിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന തിരുവചനം സങ്കീർത്തനത്തിലാണ്. വചനം ഇപ്രകാരം പറയുന്നു: കുരുകിൽ പക്ഷി ഒരു കൂടും, മീബൽ പക്ഷി തൻ്റെ കുഞ്ഞിനൊരു സങ്കേതവും കർത്താവിൻ്റെ ബലിപീഠത്തിൽ കണ്ടെത്തി. കുരുകിൽ പക്ഷി ഒരു കൂടും, മീബൽ പക്ഷി തൻ്റെ കുഞ്ഞിനൊരു സങ്കേതവും കർത്താവിൻ്റെ ബലിപീഠത്തിൽ കണ്ടെത്തി. പ്രിയരെ, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള ആശ്വാസവും അഭയവും തേടേണ്ട ഇടം ദൈവത്തിൻ്റെ ബലിപീഠമാണ്. കാരണം ഈ ബലിപീഠത്തിലാണ് ദൈവം നിനക്ക് പാപമോചനം നൽകിയത്. ഈ ബലിപീഠത്തിൽ നിന്നാണ് കർത്താവിൻ്റെ ദിവ്യകൃപ നിന്നിലേക്ക് ഒഴുകിയിറങ്ങി വരികയും അത് നിന്റെ കാൽപാദങ്ങളെ നനച്ച് നിന്റെ മുട്ടോളം വളർന്ന് നിന്റെ കഴുത്തോളം വന്ന് നിനക്ക് നീന്തിയിട്ടല്ലാതെ കടക്കാൻ പറ്റാത്ത പെരുന്നധിയായിട്ട് രൂപപ്പെട്ടത്. ദൈവത്തിൻ്റെ കൃപാവരം ഒഴുകി വരുന്ന ബലിപീഠമാണ്. അതുകൊണ്ട് ഏതൊരു വ്യക്തിയാണോ തൻ്റെ ജീവിതത്തെ ബലിപീഠവുമായിട്ട് ബന്ധിപ്പിച്ചു നിർത്തുന്നത്, അവരുടെ ജീവിതം അനുഗ്രഹമുള്ള ജീവിതമായി മാറും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ ബലിയിൽ പങ്കെടുക്കുവാൻ ഒരു ദിവസം നിനക്ക് അവസരം കിട്ടിയാൽ അത് നീ നന്നായിട്ട് വിനിയോഗിച്ചു കൊള്ളുക. അതിനു വേണ്ടിയിട്ട് നീ സമയവും സന്ദർഭവും കണ്ടെത്തിക്കൊള്ളുക. കാരണം എത്ര ആകുലപ്പെട്ടും എത്ര കണ്ണുനീരൊഴുക്കിയും എത്രമാത്രം വേദനിക്കുന്നവനായിട്ടാണ് നീ കർത്താവിൻ്റെ ബലിപീഠത്തിന് മുമ്പിൽ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ, നീ ഒന്നറിഞ്ഞുകൊള്ളുക, ആ ബലിപീഠത്തിൽ നിന്നെ കാത്തിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ബലിപീഠത്തിൽ നിന്റെ വേദനകളോട് ചേർന്ന് കിടന്ന് പിടയ്ക്കുന്നൊരു ദൈവമുണ്ട്. നിന്നോടൊപ്പം കരയുന്നൊരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീരിന് പരിഹാരം ചെയ്യാൻ ആ ബലിപീഠത്തിൽ പിടഞ്ഞു നിൽക്കുന്നൊരു ദൈവമുണ്ട്. ഇതാണ് ബലി. നമ്മൾ ബലി അർപ്പിക്കുവാൻ വേണ്ടി പോകുമ്പോൾ ബലി അർപ്പിക്കുന്ന വൈദികന്റെ സ്വരമാധുര്യത്തിലോ പാട്ടുപാടാനുള്ള കഴിവിലോ ഒന്നുമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും പ്രായമുള്ള ഒരച്ഛൻ പതുക്കെ പതുക്കെ പെറുക്കിയെടുത്ത് ചൊല്ലുന്ന കുർബാനയ്ക്കകത്താണെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, കാണേണ്ടത് എന്താണ്? ബലിപീഠത്തിൽ നിനക്ക് വേണ്ടി പിടയുന്നൊരു ക്രിസ്തുവിനെ ഈ ബലിപീഠത്തിൽ കാണാൻ പറ്റിയാൽ അതാണ് ബലിയർപ്പണം. ആ ബലിയർപ്പണമാണ് ജീവിതത്തിൽ വേണ്ടത്. അവിടെയാണ് ക്രിസ്തു നിന്റെ ജീവിതവുമായിട്ട് താതാത്മ്യപ്പെടുന്നത്. വൈദികൻ അപ്പം എടുത്ത് മുറിച്ച് വാഴ്ത്തി ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞ് നിനക്ക് നൽകുമ്പോൾ, വീഞ്ഞെടുത്ത് വാഴ്ത്തി ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് നിന്നിലേക്ക് നൽകുമ്പോൾ, നിന്നോടൊപ്പം നിന്റെ കണ്ണുനീരിൽ പങ്കാളിയായൊരു ദൈവം നിന്റെ ജീവിതത്തിലേക്ക് വരുന്നു. അവൻ നിന്റെ ഹൃദയത്തിൽ കൂടുകൂട്ടുന്നു. അവൻ നിന്റെ വേദനയ്ക്ക് പരിഹാരമാകുന്നു. അവൻ നിന്നെ ബലപ്പെടുത്തുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ബലിയിൽ നടക്കുന്നത്. ഈ ബലി നിന്റെ ജീവിതത്തിൻ്റെ അഭയമായി മാറണം. ഒരിക്കൽ കൂടെ വചനം നമുക്കൊന്ന് ഉറക്കെ പറയാം: കുരുകിൽ പക്ഷി ഒരു കൂടും, മീവൽ പക്ഷി തൻ്റെ കുഞ്ഞിനൊരു സങ്കേതവും കർത്താവിൻ്റെ ബലിപീഠത്തിൽ കണ്ടെത്തി. ഈ ബലിപീഠം നമുക്ക് അഭയമായി മാറട്ടെ. ഒന്ന് കണ്ണടച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഭവനത്തെ, ജീവിതത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെ, കുടുംബത്തെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഈ ബലിപീഠം എനിക്ക് അഭയമായി മാറണമേ. എനിക്ക് വേണ്ടി പിടഞ്ഞൊരു ക്രിസ്തുവിനെ കണ്ടെത്താൻ ഈ ബലിപീഠത്തിലൂടെ എന്നെ സഹായിക്കണമേ. ആമേൻ.